ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ചാണ്. അതായത് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റെഫറൻസ് പ്രോട്ടോണിൽ നിന്നും ഒരു പെർട്ടിക്കുലർ പ്രോട്ടോണ് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്താണ് അബ്സോർപ്ഷൻ പൊസിഷനിലുള്ള ഡിഫറൻസ് ആണ് എന്ത് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മളൊരു റെഫറൻസ് പ്രോട്ടോൺ എടുക്കാം. ഇപ്പോൾ നമ്മൾ എഥനോൾ കൺസിഡർ ചെയ്യണേ, അതിൽ നമുക്കറിയാം CH3 CH2 OH. അപ്പോൾ CH3 എടുക്കാം, അതിനൊരു നമുക്ക് പീക്ക് കിട്ടും ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു പീക്ക് ഉണ്ടാവും. ആ പീക്ക് എന്താണ്, ഒരു റെഫറൻസ് പ്രോട്ടോൺ ഉണ്ടാവും, അതിൽ നിന്നും അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് നമുക്കറിയാം ഈ പ്രോട്ടോൺസ് എല്ലാം കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഒരൊറ്റ സ്ഥലത്തല്ല കാണാം, നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഓരോരോ സ്ഥലത്തായിട്ട് പീക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റെഫറൻസ് പ്രോട്ടോണിൽ നിന്നും ഈ ഒരു പെർട്ടിക്കുലർ പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ ആ പ്രോട്ടോൺ തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതാണ് കെമിക്കൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഷിഫ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു റെഫറൻസ് പ്രോട്ടോണിനെ കുറിച്ച്. അപ്പോൾ ഈ റെഫറൻസ് കോമ്പൗണ്ടായിട്ട് നമ്മൾ PMR സ്പെക്ട്രോസ്കോപ്പിയിൽ എടുക്കുന്നത് ടെട്രാമീഥൈൽസിലൈനാണ്. അതായത് TMS, ഒരു സിലിക്കണും 4 മീഥൈൽ ഗ്രൂപ്പും, അതിൻ്റെ ഈ ഒരു മോളിക്യൂളിൻ്റെ ഇതാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത് ഈ പിക്ചറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ടെട്രാമീഥൈൽസിലൈന് ജനറലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഇൻറ്റേർണൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു NMR സ്പെക്ട്രം എടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു TMSന് അതായത് ടെട്രാമീഥൈൽസിലൈൻ്റെ ചെറിയൊരു എമൗണ്ട് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റെഫറൻസ് ആക്കി എടുത്തിട്ട് അതിൽ നിന്ന് കെമിക്കൽ ഷിഫ്റ്റ് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും സാമ്പിൾസിൻ്റെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ PMR സ്പെക്ട്രോസ്കോപ്പിയിൽ TMS ആണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു TMS ആണ് നമ്മൾ എന്ത് ചെയ്തെടുക്കുന്നത്, റെഫറൻസ് കോമ്പൗണ്ട് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് TMSനെ നമ്മളൊരു റെഫറൻസ് ആയിട്ട് എടുക്കാനുള്ള കാരണം, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കണം. അതിൽ ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കെമിക്കലി നോൺ റിയാക്റ്റീവ്. രണ്ടാമത്തതോ ഇറ്റ് ഈസ് വളറ്റൈൽ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സാമ്പിൾ മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, TMSനെ പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ സാമ്പിൾ തിരിച്ച് കിട്ടും. നമുക്കറിയാം ഇപ്പോൾ ഒരു NMR സ്പെക്ട്രം ഒരു ഡാറ്റ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒരു റെഫറൻസ് കോമ്പൗണ്ട് വെക്കും, അതായത് TMS വെക്കും. അപ്പോൾ TMS വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് അത് അങ്ങനെ പെട്ടെന്ന് ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ, അത് വളറ്റിലിറ്റി ഒന്നും ഇല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ സാമ്പിൾ ലാസ്റ്റ് തിരിച്ചെടുക്കുമ്പോൾ ആ സാമ്പിളിൽ ആരുണ്ടാവും, കൂടെ TMS ഉണ്ടാവും. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റെഫറൻസ് ആക്കി എടുക്കാനുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വളറ്റൈൽ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് മിസിബിൾ വിത്ത് ഓർഗാനിക് സോൾവെൻറ്റ്സ്. നാലാമത്തതോ, അതായത് TMS നമുക്കറിയാം 12 ഹൈഡ്രജൻ ഉണ്ട്. ഇതെല്ലാം കൂടിയിട്ട് എന്താണ്, ഇതെല്ലാം കെമിക്കൽ ഇക്വാലൻറ്റ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ളൊരു പീക്കാണ് കിട്ടുന്നത്. അതായത് ഭയങ്കര സിംഗിൾ ആയിരിക്കും, ഷാർപ്പായിരിക്കും, അതായത് ബ്രോഡൊന്നും കാണുന്നില്ല, ഒരു സിംഗിൾ പീക്ക് നമുക്ക് കാണാൻ പറ്റും, ഷാർപ്പായിരിക്കും. അതായിരിക്കും അതിൻ്റെ അബ്സോർപ്ഷൻ ലൈൻ എന്ന് പറയുന്നത്. അതായത് സിംഗിൾ ഷാർപ്പ് ആൻഡ് ഇൻറ്റൻസ് അബ്സോർപ്ഷൻ ലൈനാണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ എന്താണ്, അഞ്ചാമത്തെ പോയിന്റ് ആണെന്ത്, നമ്മൾ അധിക ഓർഗാനിക് പ്രോട്ടോൺസ്, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഓർഗാനിക് പ്രോട്ടോൺസ് ഉണ്ട്, അതിനേക്കാളൊക്കെ എന്താണ് TMSൻ്റെ ഫീൽഡ് എന്തായിരിക്കും, ഹയർ ആയിരിക്കും. അതായത് ഇറ്റ് അബ്സോർബ്സ് എ ഫീൽഡ് ഹയർ ദാൻ മോസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗാനിക് പ്രോട്ടോൺസ്. അതായത് TMSൻ്റെത് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്, മറ്റേ ഓർഗാനിക് പ്രോട്ടോൺസിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണെന്ത് TMSനെ ഒരു ഗുഡ് റെഫറൻസ് ആക്കി വെക്കാനുള്ള കാരണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷനാണ് പറയാൻ പോകുന്നത്. അതായത് ഡെൽറ്റ സ്കെയിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഡെൽറ്റ സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്താണ്, ഇപ്പോൾ ഫ്രീക്വൻസിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി ഫീൽഡ് മാത്രം ഒന്ന് കൺസിഡർ ചെയ്തിട്ടുള്ള കെമിക്കൽ ഷിഫ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഈക്വൽ ടു B റെഫറൻസ് മൈനസ് B സാമ്പിൾ ബൈ B റെഫറൻസ് ഇൻറ്റു 10⁻⁶. അതായത് ഇവിടെ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആണ്, ഫീൽഡ് മാത്രമാണ് നോക്കുന്നത്, അതായത് ഫീൽഡ് സ്വീപ്പ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഈക്വൽ ടു B റെഫറൻസ് മൈനസ് B സാമ്പിൾ ബൈ B റെഫറൻസ്. ഇപ്പോൾ B എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് ഫീൽഡാണ്, ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ B റെഫറൻസ് എന്ന് പറഞ്ഞാൽ TMS, അതായത് റെഫറൻസിൻ്റെ അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത്തും മറ്റ് സാമ്പിളുടേതും.
ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി സ്വീപ്പ് നോക്കുകയാണെങ്കിൽ, അതായത് അപ്ലൈഡ് ഫീൽഡ് ഇൻഡിപെൻഡൻ്റ് ആക്കി ഫ്രീക്വൻസി അത് നോക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും, ഡെൽറ്റ ഈക്വൽ ടു ന്യൂ സാമ്പിൾ മൈനസ് ന്യൂ റെഫറൻസ് ബൈ ന്യൂ റെഫറൻസ് ഇൻറ്റു 10⁻⁶. ഇതേപോലെ ന്യൂ റെഫറൻസ് ന്യൂ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി അറ്റ് വിച്ച് അബ്സോർപ്ഷൻ ഒക്കർ ഫോർ റെഫറൻസ് ആൻഡ് സാമ്പിൾ. അവിടെ നമ്മൾ ഫ്രീക്വൻസി നോക്കുന്നത്, മറ്റേ ഇതിൽ നമ്മൾ എന്തായാലും നോക്കി അപ്ലൈഡ് ഫീൽഡാണ് നോക്കുന്നത്. അപ്പോൾ മറക്കരുത്, ഫീൽഡ് സ്വീപ്പിലാണെങ്കിൽ നമ്മൾ ബി വെച്ചിട്ടുള്ള ഇക്വേഷൻ, അതായത് അപ്ലൈഡ് ഫീൽഡാണ് ഇക്വേഷനാണ് വരുന്നത്. ഫ്രീക്വൻസി സ്വീപ്പ് ആണെങ്കിൽ അവിടെ നമ്മൾ എന്താണ്, ഫ്രീക്വൻസി അറ്റ് വിച്ച് അബ്സോർപ്ഷൻ ആണ്, അതായത് ന്യൂ ആണ്. അപ്പോൾ അത് മാറരുത്, ന്യൂ സാമ്പിൾ മൈനസ് ന്യൂ റെഫറൻസ് ബൈ ന്യൂ റെഫറൻസ്. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷിഫ്റ്റിന് 2 ഇക്വേഷൻസ് പഠിച്ചു. അപ്പോൾ അതിൽ TMSൻ്റെ ഡെൽറ്റ സ്കെയിലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 0-ലായിരിക്കും. ഇനി നമ്മൾ ഫീൽഡ് സ്വീപ്പിൽ, അതായത് നമ്മൾ അപ്ലൈഡ് ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ ആ സമയത്ത് NMR സ്പെക്ട്ര, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഫ്രീക്വൻസി സ്വീപ്പിലാണെങ്കിൽ ഈ ഫീൽഡ് സ്വീപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോടെ എന്താണ്, ഡിക്രീസ് ചെയ്യായിരിക്കും കാണുന്നത്. ഇനി പല ഓർഗാനിക് പ്രോട്ടോൺസിൽ നമ്മൾ അതിനെ TMS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, TMS അബ്സോർബ് ചെയ്യുന്നത് ഹയർ ഫീൽഡിലും അല്ലെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ടേം നോക്കുകയാണെങ്കിൽ ലോവർ ഫ്രീക്വൻസിയിലുമായിരിക്കും. ഈ ഡെൽറ്റ സ്കെയിൽ നമ്പർ എന്താണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. അതായത് ഡെൽറ്റ സ്കെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്കെയിലിൽ ഡെൽറ്റ സ്കെയിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്തോറും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം, അതായത് ഹയർ ഫ്രീക്വൻസിയിലേക്ക് പോകുന്നതായിട്ട് കാണാം. നമ്മൾ ഫീൽഡിലെല്ലാം ഫ്രീക്വൻസിൻ്റെ ഇതിലേക്കാണ് പോകുന്നത്. ഡെൽറ്റയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫ്രീക്വൻസി കൂടുന്ന ഭാഗത്തേക്ക് പോകുന്നതായിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫീൽഡ് സ്വീപ്പ് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതാണ് കാണും, ഫ്രീക്വൻസി സ്വീപ്പ് ലെഫ്റ്റ് ടു റൈറ്റ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ലെഫ്റ്റിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുന്നത്, ഫ്രീക്വൻസി സ്വീപ്പ് ഉണ്ടാവും, ഫ്രീക്വൻസി കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, ഡെൽറ്റ സ്കെയിലിൽ, അതായത് ആ ഒരു സ്കെയിലുണ്ട്, ഡെൽറ്റ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്കെയിൽ, അതായത് ഇത് മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡെൽറ്റ സ്കെയിലിൽ എന്താണ്, ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതായത് ഹയർ ഫ്രീക്വൻസിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അതായത് റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് പോകുന്തോറും എന്താണ്, ഡെൽറ്റ സ്കെയിൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് എന്താണ്, ഹയർ ഫ്രീക്വൻസി ആയി മാറുന്നതാണ് നമുക്ക് കാണാം. റൈറ്റ് ടു ലെഫ്റ്റ് എന്ത് ചെയ്യാണ്, ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഒരു ഡീഷീൽഡിങ് ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഹയർ ഡെൽറ്റയിലേക്കാണ് പോകുന്നത്, അതായത് ലെഫ്റ്റിലേക്ക് പോകും. ഡെൽറ്റ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവിടെ എന്താണ്, ഫീൽഡ് സ്വീപ്പും പറഞ്ഞു, ഫ്രീക്വൻസി സ്വീപ്പും പറഞ്ഞു. അതിൽ നമ്മൾ ഡെൽറ്റ സ്കെയിൽ കൺസിഡർ ചെയ്യുന്നത് ഫ്രീക്വൻസി ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി മാത്രം നോക്കാം, എങ്ങനെ, ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ ഡീഷീൽഡിങ് സമയത്ത് എന്ത് ചെയ്യാണ്, ഈ ഡെൽറ്റ വാല്യൂ എന്ത് ചെയ്യാണ്, ഹൈ ആവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ വാല്യൂ ഹൈ ആവുന്ന കേസ് ഏതായിരിക്കും, ലെഫ്റ്റിലേക്കായിരിക്കും. അപ്പോൾ ടു ദ ലെഫ്റ്റ്. ഇനി എന്താണ്, ഈ ഷീൽഡിങ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടായിരിക്കും, ഈ സിഗ്നൽ എങ്ങോട്ടായിരിക്കും, ലോവർ ഡെൽറ്റയിലേക്കായിരിക്കും, അതായത് റൈറ്റിലേക്ക്. അതായത് നമുക്ക് പറയാം എന്താണ്, ഷീൽഡിങ് ഷിഫ്റ്റ് ദ സിഗ്നൽ ടു ലോവർ ഡെൽറ്റ, അതായത് റൈറ്റിലേക്ക്. അതുപോലെ എന്താണ്, ഡീഷീൽഡിങ് ആണെങ്കിലോ സിഗ്നൽ എങ്ങോട്ടായിരിക്കും, ഡെൽറ്റ ഹയർ വാല്യൂയിലേക്കായിരിക്കും, അതായത് ലെഫ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ ഫീൽഡ് സ്വീപ്പ് നോക്കുന്നില്ല, ഫ്രീക്വൻസി സ്വീപ്പാണ് നോക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കുറേ മാർക്കറ്റിലൊക്കെ നമുക്കറിയാം ഫീൽഡ് സ്കാൻ ഇൻസ്ട്രുമെൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതായത് ഫ്രീക്വൻസി അല്ലാതെ ഫീൽഡ് വെച്ച് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ടോ സ്കെയിലാണ്. ആ സ്കെയിലും ഇത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 10 - ടോ ആണ്. അതായത് ഡെൽറ്റയും ടോയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ ഈക്വൽ ടു 10 - ടോ. അതായത് നമുക്ക് പറയാം എന്താണ്, ഈ ഡെൽറ്റ സ്കെയിൽ നമ്മൾ പറയുന്നു TMS സെറ്റിൽ വെച്ചിരിക്കുന്നത് 0-ലാണ്. അപ്പോൾ അത് ടോ സ്കെയിൽ എന്തായിരിക്കും ആയിരിക്കുക, 10-ലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഉള്ളത്.
അപ്പോൾ മറക്കരുത്, നമ്മൾ ഡെൽറ്റയിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രീക്വൻസി ഡെൽറ്റ സ്കെയിലിൽ ഫ്രീക്വൻസി സ്വീപ്പ് വെച്ചിട്ടാണ്. ടോ സ്കെയിലിൽ നമ്മൾ പറയുന്നത് ഫീൽഡിൻ്റെ വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റയിലേക്ക് മാറ്റുന്നുണ്ട്. ഡെൽറ്റ ഈക്വൽ ടു 10 - ടോ ആണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇനി സ്പിൻ കപ്ലിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഒരു പ്രോട്ടോൺ അതുപോലെ ബോണ്ടിങ് ഇലക്ട്രോണൊക്കെ എന്താണ്, ഒരു മാഗ്നറ്റിക്കിൻ്റെ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ടിങ് ഇലക്ട്രോൺ എന്തുണ്ട്, അതിൻ്റെ സ്പിന്നും അത് തൊട്ടടുത്തുള്ള പ്രോട്ടോണിൻ്റെ സ്പിന്നുമായിട്ട് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പെയർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള അടുത്ത പ്രോട്ടോണിൻ്റെ അതായത് എന്ത് ചെയ്യും, സ്പിന്നായിട്ട് പെയർ ചെയ്യും. അങ്ങനെ അടുത്തതിലേക്ക് ഇങ്ങനെ പെയറിങ് നടക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സ്പിൻ കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഒരു ഇൻഡയറക്റ്റ് സ്പിൻ ഇൻട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് തൊട്ടടുത്തുള്ള പ്രോട്ടോണിലേക്ക് ഒരു ഇൻഡയറക്റ്റ് സ്പിൻ ഇൻട്രാക്ഷൻ ആണ് നടക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, സ്പിൻ കപ്ലിംഗ്. നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതായത് പ്രോട്ടോണിൽ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ന്യൂക്ലിയർ എന്നാക്കാം. അതായത് നമുക്ക് എന്താ പറയാം, ദ ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ spins of the neighboring magnetic nuclei that is transmitted through intervening bonding electron. It is called spin coupling. ഇനി ഈ സ്പിൻ കപ്ലിംഗ് എന്ത് ചെയ്യും, സ്പ്ലിറ്റിങ്ങിനൊരു കാരണമാവും. അതായത് ഇവരിങ്ങനെ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള പ്രോട്ടോൺ എന്ത് ചെയ്യും, അതിനെ എഫക്റ്റ് ചെയ്യും. അതിനൊരു ഇൻഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു പീക്കുള്ള സാധനം എന്ത് ചെയ്യും, തൊട്ടടുത്ത ആളുടെയും കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ 1 പീക്കുള്ളത് വീണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തായി മാറും, മൾട്ടിപ്ലെറ്റ് ആയിട്ട് മാറും. അതായത് നമുക്ക് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ അതിലേറെ ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യും, ഒരു പീക്കായിട്ട് നമുക്ക് കിട്ടും. ഇതാണെന്ത് സ്പിൻ സ്പ്ലിറ്റിംഗ്. അതായത് സ്പിൻ കപ്ലിംഗ് കാരണം എന്ത് ചെയ്യും, സ്പ്ലിറ്റിംഗ് നടക്കുകയാണ്. അതായത് ഒരുപാട് മൾട്ടിപ്ലെറ്റ്സ് ഫോം ചെയ്യും. ഇതാണ് എന്ത് സ്പിൻ സ്പ്ലിറ്റിംഗ്. അപ്പോൾ നമ്മൾ ജനറൽ സ്പിൻ സ്പ്ലിറ്റിംഗ് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഹൈ റെസൊല്യൂഷൻ സ്പെക്ട്രോമീറ്റർ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, സ്പിൻ സ്പ്ലിറ്റിംഗ് നേർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ജനറൽ റൂൾസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കാം. ഇക്വലന്റ് പ്രോട്ടോൺ ഡു നോട്ട് ഗിവ് റൈസ് ടു ഒബ്സർവബിൾ സ്പ്ലിറ്റിംഗ്. ഇപ്പോൾ സെയിം കെമിക്കൽ ഷിഫ്റ്റ് കാണിക്കുന്ന പ്രോട്ടോൺസുകൾ അവരെന്ത് ചെയ്യില്ല, വേറെ സ്പ്ലിറ്റിംഗ് ഒന്നും ഇല്ല, അവരൊരു ഒറ്റ സിംഗിൾ പീക്കായിട്ട് തന്നെയാണ് നിൽക്കുക, സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കില്ല. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1,2 ഡൈക്ലോറോ ഈഥേൻ. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ C1 C2 രണ്ടിലും എന്തുണ്ട്, 2 ഹൈഡ്രജൻ 1 ക്ലോറിൻ, പിന്നെ അടുത്ത 4ാമത്തെ ആൾ അങ്ങോട്ടാണ് അടുത്ത കാർബണിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് 1,2 ഡൈക്ലോറോ ഈഥേൻ ഉള്ളത്. അപ്പോൾ ഇതിലെ പ്രോട്ടോൺസുകളൊക്കെ എന്താണ്, സെയിം കെമിക്കൽ എൻവിറോൺമെന്റിലുള്ളതാണ്. അപ്പോൾ അവരെന്താണ്, സ്പ്ലിറ്റിങ്ങിന് കാരണക്കാരല്ല. അപ്പോൾ അവരെന്തെയും ഒറ്റ പീക്കായിട്ടാണ് തരുന്നത്, അവിടെ സ്പ്ലിറ്റിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഇതെന്താ നോക്കാം. രണ്ടാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു തൊട്ടടുത്തുള്ള അഡ്ജസൻറ്റ് പ്രോട്ടോൺ, അതായത് നമ്മൾ N എന്ന് കൊടുക്കാം. അപ്പോൾ N എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും, റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, N+1 റൂൾ പ്രകാരമാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. എഥനോള് CH3 CH2 OH എന്നല്ലേ. അപ്പോൾ അത് നമ്മൾ CH3 കൺസിഡർ ചെയ്യാം. CH3 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ്, CH3ൻ്റെ തൊട്ടടുത്ത് ആരുണ്ട്, CH2, അതായത് 2 പ്രോട്ടോൺ അല്ലേ. അപ്പോൾ നമ്മൾ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, N+1, അതായത് 2 + 1 3. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന CH3ക്ക് 3 സ്പ്ലിറ്റിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എഥനോളിൽ CH3ൻ്റെ കേസ് പറഞ്ഞു. ഇനി നമുക്ക് ഇതൊരു തൊട്ടടുത്ത് നമ്മൾ ഒരാളുടെ കേസിലാണ് നമ്മൾ ഇപ്പോൾ ഈ N+1 റൂൾ എന്ന് പറഞ്ഞത്. അതായത് N+1 എന്ന് പറഞ്ഞാൽ N എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ട് അഡ്ജസൻറ്റ് പ്രോട്ടോൺ ആണ്. ഇനി നമ്മൾ പറയാം ഇപ്പോൾ 2 സൈഡിലുണ്ടെങ്കിൽ ഇപ്പോൾ എഥനോൾ തന്നെ കൺസിഡർ ചെയ്യാം. അതിൽ CH3 CH2 OH. അതിൽ CH2 എന്ന് പറയുമ്പോൾ അതിന് തൊട്ടടുത്ത് എന്തുണ്ട്, CH3, അതിൻ്റെ ഇപ്പുറത്ത് എന്തുണ്ട്, അതായത് തൊട്ട് ഇപ്പുറം ഭാഗത്ത് ആരാണ്, OH. ഇപ്പോൾ 2 ഭാഗത്ത് എന്തുണ്ട്, പ്രോട്ടോൺ ഉണ്ട്.
രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്? ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നതാണ് Na+1 ഇൻറ്റു Nb+1. Na എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു സൈഡിലെ അഡ്ജസൻറ്റ് പ്രോട്ടോണും Nb എന്ന് പറഞ്ഞാൽ അടുത്ത അഡ്ജസൻറ്റ് പ്രോട്ടോണും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. റൂൾ എന്താണ്? Na+1 ഇൻറ്റു Nb+1. അപ്പോൾ നമ്മൾ ഈ എഥനോളിൻ്റെ കേസിലാണ് നമുക്ക് നോക്കാം. CH3 CH2 OH. അതിൽ CH2ൻ്റെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, എത്ര പീക്ക് കിട്ടും, എത്ര സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട് നോക്കാം. അതായത് CH3 അവിടെ 3 പ്രോട്ടോൺ. അപ്പോൾ 3+1 ഇൻറ്റു അപ്പുറം ഭാഗത്ത് ആരാണ്? OH ഒരു പ്രോട്ടോൺ, അല്ല H ഒരു പ്രോട്ടോൺ. അപ്പോൾ 1+1 2. അപ്പോൾ ഒരു ഭാഗത്ത് 4 ഇൻറ്റു 2. 4 ഇൻറ്റു 2 എത്ര? 8. അപ്പോൾ നമുക്ക് ഒക്ടറ്റ് ആയിരിക്കും കിട്ടുക. അതായത് 8 സ്പ്ലിറ്റിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് 3 റൂൾസ്. ഇനി നമുക്ക് 4ാമത്തെ റൂൾ നോക്കാം. അത് സ്പ്ലിറ്റിംഗ് നടന്നാലും അതിൻ്റെ ആ സിഗ്നലിൻ്റെ ടോട്ടൽ ഏരിയ ചേഞ്ച് ചെയ്യുന്നില്ല. അതുപോലെ ഈ ഒരു മൾട്ടിപ്ലെറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? മിഡ് പോയിന്റിന് സിമെട്രി ആയിരിക്കും. അതുപോലെ എന്താണ്? ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഫിഷ്യൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 1+x⁴n. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇക്വലന്റ് പ്രോട്ടോൺ ദാറ്റ് ക്യാൻ ഇൻട്രാക്ട്. അത് ഇൻട്രാക്ട് ചെയ്ത പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ്, നമ്പറാണ്. അപ്പോൾ ഈ ഒരു കോഫിഷ്യൻ്റ് നൽകുന്നത് ആരാണ്? നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബൈനോമിയൽ എക്സ്പാൻഷൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു. ഈ കോഫിഷ്യൻ്റ് നൽകിയത് ഫേമസ് പാസ്കൽ ട്രയാങ്കിൾസ് വഴിയാണ്. അപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ നമുക്ക് പഠിക്കണം. ഇപ്പോൾ n=0 ആവുന്ന കേസുകളിൽ പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്. n=2 ആവുമ്പോൾ കേസിൽ പാസ്കൽ ട്രയാങ്കിൾ 1 1. n=3 ആകുമ്പോൾ 1 2 1. അപ്പോൾ നിങ്ങൾ അതിന് എന്ത് ചെയ്യണം? ഈ ഒരു സീക്വൻസ് മനസ്സിലാക്കണം. ഈ ട്രയാങ്കിൾസിൻ്റെ n=0 n=2 അങ്ങനെ ആ സീക്വൻസ് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു പാസ്കൽ ട്രയാങ്കിൾ നിങ്ങൾക്ക് എഴുതാം. ഇപ്പോൾ മൾട്ടിപ്പിൾ 1 ആകുമ്പോൾ സിംഗ്ലറ്റ്, പിന്നെ ഡബ്ലറ്റ്, ട്രിപ്ലറ്റ് അങ്ങനെ പോകുന്നുണ്ട്. ആ റേഷ്യോ നോക്കാം. 1 പിന്നെ 1:1, ട്രിപ്ലറ്റ് ആകുമ്പോൾ 1:2:1. അപ്പോൾ ഈ റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു സിഗ്നൽ സ്പ്ലിറ്റ് ചെയ്ത ആ സിഗ്നൽ നിൽക്കുന്നത്. അപ്പോൾ ട്രിപ്ലറ്റ് ആകുമ്പോൾ നിൽക്കുന്ന റേഷ്യോ എന്തായിരിക്കും? 1:2:1. അതായത് 3 സിഗ്നൽ, 3 സ്പ്ലിറ്റ് ലൈന്, ആ 3ൻ്റെയും ഇത് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2:1 എന്ന റേഷ്യോയിലായിരിക്കും നിൽക്കുന്നത്. ഇനി 5ാമത്തെ റൂൾ നോക്കാം. അതായത് മൾട്ടിപ്ലെറ്റിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും ആ ഒരു ഗ്രൂപ്പിൻ്റെ റെസൊണൻസ് പൊസിഷൻ എന്ന് പറഞ്ഞതും അതായിരിക്കും എന്ത്? കെമിക്കൽ ഷിഫ്റ്റ് തരുന്നതും. ഇതാണ് 5ാമത്തെ റൂള്. അപ്പോൾ ഈ 5 റൂളും നിങ്ങൾ പഠിക്കുക. ഇതാണ് ഈ 5 റൂളും എന്ത് ചെയ്യണം? ഓർത്ത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? സ്പ്ലിറ്റിംഗ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂൾസൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു PMR സ്പെക്ട്രം കൊടുത്തിട്ടുണ്ട്. ഈഥൈൽ ബ്രോമൈൻ്റെ PMR സ്പെക്ട്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. ഈഥൈൽ ബ്രോമൈഡ് പറയുമ്പോൾ CH3 CH2 Br. ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0 TMS പീക്ക് കാണാം ഇല്ലേ? അത് റെഫറൻസ് ആണ്. പിന്നെ ഇവിടെ ഉള്ളത് CH3 CH2 മാത്രമേ പ്രോട്ടോൺ ഉള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, 2 പീക്ക്. ഇനി അതിലെങ്ങനെ സ്പ്ലിറ്റിംഗ് വരുന്നത് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു 2ാമത്തെ റൂൾ പ്രകാരം എന്താണ്? അഡ്ജസൻറ്റ് പ്രോട്ടോൺ എത്രയാണ്? അതിൻ്റെ +1. അതാണ് എന്ത്? സ്പ്ലിറ്റിംഗ് അങ്ങനെയാണുള്ളത്. അപ്പോൾ CH3ൻ്റെ കേസ് നമുക്കറിയാം, തൊട്ടടുത്തുള്ള CH2 ആണ്. അതിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്? 2 പ്രോട്ടോൺ. അപ്പോൾ 2+1 3. അത് ട്രിപ്ലറ്റ് ആയിരിക്കും നമുക്ക് CH3യിൽ കാണാൻ സാധിക്കുക. അതായത് 1:2:1 റേഷ്യോയിൽ. ഇനി അതേപോലെ എന്താണ്? CH2 നോക്കുകയാണെങ്കിൽ അതിന് തൊട്ടടുത്ത് പുറത്തുള്ള ആരാണ്? CH3 ആണ്. അതിൻ്റെ അപ്പുറം സൈഡിൽ Br ആണ്. അവിടെ പ്രോട്ടോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണ്ട? അവിടെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോഴും ഇവിടെ എന്താണ്? n+1 റൂളാണ്. അതായത് 3+1 4. അതായത് ക്വാർട്ടറ്റ് ആയിരിക്കും എന്ത്? CH2ൻ്റെ സ്പ്ലിറ്റിംഗ് കിട്ടുന്നത്. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ക്വാർട്ടറ്റ് ആണ്. റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 1:3:3:1 റേഷ്യോയിലാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് നോക്കാം. CH2 ഗ്രൂപ്പിന് 2 പ്രോട്ടോൺസ് ഉണ്ട് അല്ലേ? അത് നമുക്ക് 4 സ്പ്ലിറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 4 ഈക്വൽ ആയിട്ടുള്ള 4 ഈക്വലി പ്രൊബബിൾ കോമ്പിനേഷൻ സ്പിൻ ഓറിയന്റേഷൻ നമുക്ക് നോക്കാം. അതായത് ഈ CH2 ഗ്രൂപ്പിൽ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിലും എങ്ങനെ 4 പോസിബിൾ ഉണ്ട്. ആ സ്പിന്ന് നിൽക്കാനുള്ള ചാൻസ് 4-നാണ്. അതായത് ഒന്ന് എങ്ങനെയാണ്? അപ്പോൾ ആ ഗ്രാഫിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ പിക്ചറിലേക്ക് നോക്കിയാൽ കാണാം. അതായത് ഏറ്റവും ബോട്ടമിലുള്ളത് എന്താണ്? അതായത് എന്തായിരിക്കും? 2 സ്പിന്നും പാരലലാണ് അല്ലേ? 1 2 എന്താണ്? ഒരേ ഡയറക്ഷനിലേക്കാണ്.
അതായത് B0 എന്ന് കണ്ടോ തൊട്ട് താഴെ ലൈന്, ആ B0 എന്താണ് ഫീൽഡാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഡയറക്ഷനിലാണ് എന്ത് ഫീൽഡ് വരുന്നത്, അപ്ലൈഡ് ഫീൽഡ് വരുന്നത് ആ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ സെയിം ഡയറക്ഷനിലാണ് എന്ത് പോകുന്നത്, അതിലെ ഏറ്റവും ബോട്ടമിലുള്ള, അതായത് നമ്മളവിടെ സൈഡിൽ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ 4 പോസിബിളാണ് ഉള്ളത്. CH2ൻ്റെ ഗ്രൂപ്പിൽ 2 പ്രോട്ടോണിൽ, CH2 ഗ്രൂപ്പ് 2 പ്രോട്ടോണിൽ ആ സ്പിന്ന് നിൽക്കാനുള്ള ചാൻസ് 4 ടൈപ്പ് ഉണ്ട്. ആ 4 2 എന്താണ് സെയിം ആണ്. അതായത് രണ്ടും എന്താണ്, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 സെയിം ആണ്. ഏറ്റവും മുകളിലത്തും താഴത്തുമാണ് ഡിഫറെൻ്റ് ഉള്ളത്. ആ ഗ്രാഫ് ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും താഴത്തിൽ, അതായത് 1 എന്ന് പറയുന്നത് എന്താണ് പാരലലാണ് 2 സ്പിന്നും, അതുപോലെ എന്താണ് അപ്ലൈഡ് ഫീൽഡ് സെയിം ഡയറക്ഷനിലാണ്. ഇനി ഏറ്റവും മുകളിലുള്ളത്, അതായത് നോക്കാം, രണ്ടും എന്താണ് പാരലലാണ്, എന്താണ് പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ, ആ ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉള്ളത്. ഇനി ഇതിൽ 2ഉം 3ഉം നോക്കാം, അത് രണ്ടും എന്താണ് സ്പിൻ രണ്ടും എന്താണ് ഓപ്പോസിറ്റ് ഈച്ച് അതറാണ്. ഒന്ന് മേലെ താഴേക്ക്, മറ്റേതാണെങ്കിലോ താഴേക്ക് മേലേക്ക്. രണ്ടും സെയിം തന്നെയാണ്, എന്താണ് പക്ഷെ എന്താണ് രണ്ടും സ്പിന്നുകൾ രണ്ടും എന്താണ് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ ഒരു 4 പോസിബിലിറ്റിയാണ് എന്തുള്ളത് CH2 ഗ്രൂപ്പിനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബോട്ടം പറഞ്ഞു, ബോട്ടത്തിൽ എന്താണ് ആ ഒരു ഫീൽഡിന് എന്താണ് സെയിം ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലായതുകൊണ്ട് അവിടെ ഡീഷീൽഡിങ് ആണ് നടക്കുന്നത്. ഡീഷീൽഡിങ് ആയതുകൊണ്ട് എന്താ ഹയർ ഡെൽറ്റ ആയിരിക്കും. അതേപോലെ നമ്മൾ 4ാമത്തെ പറഞ്ഞു, അതായത് ഏറ്റവും മുകളിലുള്ളത് എന്താണ് പാരലലാണ്, ബട്ട് എന്താണ് ഫീൽഡിന് എഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞു. അവിടെ നടക്കുന്നത് എന്തായിരിക്കും ഷീൽഡിങ് ആണ് നടക്കുന്നത്. അപ്പോൾ ഷീൽഡിങ് ആകുമ്പോൾ എന്താണ് ലോവർ ഡെൽറ്റയിലേക്കാണ് എന്ത് ചെയ്യുക ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷീൽഡിങ്ങും ഡീഷീൽഡിങ്ങും വെച്ച് ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇത് വെച്ചിട്ടാണ്. അതേപോലെ CH3 ഗ്രൂപ്പിൽ അതായത് 3 പ്രോട്ടോൺ ഉണ്ട്. ആ 3 പ്രോട്ടോൺ 8 പോസിബിൾ വേ ഉള്ളത് എന്ന് സ്പിൻ ഓറിയൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കറിയാം 8 ആണ് നമ്മൾ ആ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നോക്കാം, താഴത്തേതും അതേമാതിരി ഏറ്റവും മുകളിലത്തതും എന്താണ് വേറെ പോലെയാണ്. അതുപോലെ നടുക്കൾ 2, ആ 2 സെറ്റിൽ എന്താണ് 3 ഈക്വൽ ആളുണ്ട്, 3 ഈക്വൽ കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ആ അപ്ലൈഡ് ഫീൽഡിൻ്റെ സെയിം ഡയറക്ഷനിലാണ് പാരലാണ് എവിടെ ഉള്ളത് താഴത്തുള്ളത്. അപ്പോൾ താഴത്തുള്ളത് എന്തായിരിക്കും ഡീഷീൽഡ് ആയിരിക്കും. ഡീഷീൽഡ് ആകുമ്പോൾ എന്താണ് ഡെൽറ്റ വാല്യൂ കൂടും. അതേപോലെ ഏറ്റവും മുകളിലുള്ളത് എന്താണ് അപ്ലൈഡ് ഫീൽഡിന് ഓപ്പോസിറ്റ് ആണുള്ളത്, അതുകൊണ്ട് എന്തായിരിക്കും ഷീൽഡ് ആയിരിക്കും. ഷീൽഡ് ആയതുകൊണ്ട് എന്താണ് അതിൻ്റെ ഡെൽറ്റ വാല്യൂ കുറവായിരിക്കും, ലോവർ വാല്യൂ ആയിരിക്കും. ഈ നടുക്കുള്ള രണ്ടും എന്താണ് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള പോസിബിലിറ്റിയാണ് തരുന്നത്. അതാണ് നമുക്ക് ആ റേഷ്യോയിൽ കാണുന്നത് 1:3:3:1. അതായത് 1 പിന്നെ നടുക്കുള്ള 2 3 സെറ്റ് ഉണ്ട് കണ്ടോ. അപ്പോൾ ആ 3 ഇത് അപ്പോൾ 1:3:3:1 എന്ന് പറഞ്ഞതാണ്. അതിൽ ഏറ്റവും താഴത്തുള്ള ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഡീഷീൽഡാണ്, ഹയർ ഡെൽറ്റ വാല്യൂ ആയിരിക്കും. അതേമാതിരി ഏറ്റവും അറ്റത്തുള്ള ലാസ്റ്റ് 1 എന്ന് പറഞ്ഞതാണ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്താണ് ലോവർ വാല്യൂ ആയിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ ആ 1:3:3:1 റേഷ്യോ, അതായത് 8 പോസിബിലിറ്റി ഉണ്ട്. ആ സ്പിൻ ഓറിയൻറ്റ് ചെയ്ത് നിൽക്കാനുള്ള 8 പോസിബിലിറ്റിയാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് ഈ റേഷ്യോ ഒക്കെ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ അപ്ലിക്കേഷനാണ് പറയുന്നത്. അതിൽ ഒന്നാമത്താണെന്ത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ആണ്. അതിൻ്റെ കെമിക്കൽ ഷിഫ്റ്റ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അൺനോൺ കോമ്പൗണ്ട്സിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു മോളിക്യൂൾസിൻ്റെ കൺഫർമേഷനും കോൺഫിഗറേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ്. രണ്ടാമത്തെ ആപ്ലിക്കേഷനാണെന്ത് ഹൈഡ്രജൻ ബോണ്ട് ഡിറ്റക്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം ഈ NMR സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് നമുക്ക് ഹൈഡ്രജൻ ബോണ്ട് നാച്ചറൊക്കെ നോക്കാം, നാച്ചറൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ടോട്ടോമെറിസം.
ടോട്ടോമറീസും നമുക്ക് എന്ത് ചെയ്യാം, NMR സ്പെക്ട്രോസ്കോപ്പി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നാലാമത്തെ അപ്ലിക്കേഷനാണ് എന്ത്, നമുക്കൊരു റിയാക്ഷൻ്റെ റേറ്റ്, അതേമാതിരി റേറ്റ് കോൺസ്റ്റൻറ്റ്, ഇക്വിലിബ്രിയ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് കൈനറ്റിക് സ്റ്റഡീസ്. ഇതാണ് നാലാമത്തെ അപ്ലിക്കേഷൻ. ഇനി അഞ്ചാമത്തെ അപ്ലിക്കേഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. നമുക്കറിയാം കെമിക്കൽ ഷിഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ NMR സ്പെക്ട്ര യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓർഗാനിക് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താണ്, NMR സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചില ഓർഗാനിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ അലിഫാറ്റിക് കോമ്പൗണ്ട്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അസിറ്റോൺ ആണ്. അസിറ്റോണിൻ്റെ മോളിക്കുലർ ഫോമിൽ നമുക്കറിയാം CH3CO CH3. അപ്പോൾ ഇതിൻ്റെ പീക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ രണ്ട് CH3 സെയിം ആണ്, കെമിക്കൽ എൻവിറോൺമെൻറ്റിലാണ് നിൽക്കുന്നത് അല്ലേ. ഈ COൻ്റെ രണ്ട് സൈഡുള്ള CH3 എന്താണ്, സെയിം കെമിക്കൽ എൻവിറോൺമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഒറ്റ സിംഗിൾ ആയിട്ടുള്ള ഒരു പീക്കാണ് കിട്ടുന്നത്. അതായത് സ്പ്ലിറ്റ് ഒന്നും ഉണ്ടാവില്ല, ഒറ്റ സിംഗിൾ പീക്കായിട്ട് നമുക്ക് കിട്ടും. ഈ 6 പ്രോട്ടോണും കൂടെ സിംഗ്ലറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2.1 ppm ഉള്ളത്. അതായത് 6 പ്രോട്ടോൺ എന്ന് പറഞ്ഞത് ആ CH3ൻ്റെയും മറ്റേ CH3 അങ്ങനെ രണ്ട് S3 6 പ്രോട്ടോൺസ് നമുക്ക് കിട്ടും. ഈ 6 പ്രോട്ടോണും കൂടെ സിംഗ്ലറ്റ് ആണ് കാണിക്കുന്നത്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു ഒന്നാമത്തെ റൂള്, ഇക്വലൻ്റ് പ്രോട്ടോൺസ് എന്ത് കാണിക്കില്ല, സ്പ്ലിറ്റ് ഒന്നും കാണിക്കില്ല എന്ന് പറഞ്ഞിരുന്നു, ഒരു സിംഗ്ലറ്റായി നിൽക്കും. അതാണ് ആ റൂൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അസിറ്റോണിൻ്റെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്. അപ്പോൾ നമുക്ക് അസിറ്റോണിൻ്റെ ഇവിടെ ഒറ്റ പീക്കായിട്ട് കാണാം, പിന്നെ ഒന്ന് TMSഉം. ഇങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഡെൽറ്റ വാല്യൂ ഏകദേശം 2.1 ppm നിൽക്കുന്നത്. അതേപോലെ നമുക്ക് എഥനോളിൻ്റെ ഒരു NMR സ്പെക്ട്ര നോക്കാം. NMR സ്പെക്ട്ര ഓഫ് എക്സ്ട്രാ പ്യുവർ എഥനോളാണ്. അതായത് പ്യുവർ എഥനോൾ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ക്ലോറോഫോമിലൊക്കെ ആണെങ്കിൽ അതിനെന്താണ്, അതിൽ വേറെയും ചില പീക്കുകൾ കാണാൻ പറ്റും. ഇപ്പോൾ പ്യുവർ എഥനോൾ എന്ന് പറയുമ്പോൾ അവിടെ വെറും എഥനോൾ മാത്രമേ ഉള്ളൂ, അത് CH3CH2OH. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് CH3CH2OH നമ്മൾ ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്നും കൂടെ പറയുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മീഥൈൽ പ്രോട്ടോൺ അതായത് CH3 നോക്കാം. CH3ക്ക് എന്തുണ്ട്, നമ്മൾ പറഞ്ഞു തൊട്ടടുത്തുള്ള CH2 ആയതുകൊണ്ട് തന്നെ എന്താണ് 2+1 റൂൾ വെച്ച് കഴിയുമ്പോൾ ട്രിപ്ലറ്റ് കിട്ടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഡെൽറ്റ എവിടെയാണെന്ന് ചോദിച്ചാൽ 1.15 ഡെൽറ്റയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ നമ്മൾ പറഞ്ഞു CH2ന് പറഞ്ഞിരുന്നു എന്താ കിട്ടുന്നതെന്ന് പറഞ്ഞു, ഒക്റ്ററ്റാണ് കിട്ടുന്നത് പറഞ്ഞിരുന്നു. കാരണം ഇവിടെ രണ്ട് കപ്ലിംഗ് ഉണ്ട്, അതായത് CH3 എന്നുള്ളൊരു കപ്ലിങ്ങും വരുന്നുണ്ട്, ഇൻട്രാക്ഷനും വരുന്നുണ്ട്. അതുപോലെ എന്താണ് OH എന്നുള്ളൊരു ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അതായത് Na+1 × Nb+1 ആ ഒരു ഫോമുല വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഇത് ഏകദേശം 3.6 ഡെൽറ്റയിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മൂന്നാമത്തത് OHൻ്റെ ഒരു പീക്കാണ് പറയുന്നത്. OHൻ്റെ പീക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള OHൻ്റെ തൊട്ടടുത്തുള്ള ആരാണ്, ഇവിടെ നമ്മൾ OH കൺസിഡർ ചെയ്യണം, കാരണം OHലെ H പ്രോട്ടോൺ ആണ്. അപ്പോൾ OHൻ്റെ തൊട്ടടുത്തുള്ളത് എന്താണ്, CH2 ആണ്. ഇപ്പോൾ CH2ന് എന്താണ് N+1 റൂൾ പ്രകാരം അതായത് 2+1 3 ട്രിപ്ലറ്റ് ആയിരിക്കും OHലും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയാണെന്ത് പ്യുവർ എഥനോളിൻ്റെ NMR സ്പെക്ട്രം 3 പീക്കാണ് കിട്ടുന്നത്. അതായത് 3-ല് മീഥൈൽ ഗ്രൂപ്പിൻ്റെതാണെങ്കിൽ എന്താണ് ട്രിപ്ലറ്റും, മെഥിലീൻ മെഥിലീൻ പ്രോട്ടോണിൻ്റെതാണെങ്കിൽ ഒക്റ്ററ്റും, പിന്നെന്താണ് ഹൈഡ്രോക്സിൽ പ്രോട്ടോൺ ആണെങ്കിൽ ട്രിപ്ലറ്റും ആണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് NMR സ്പെക്ട്ര ഓഫ് എക്സ്ട്രാ പ്യുവർ എഥനോൾ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, മെഥോക്സി മീഥെയ്ൻ അതേപോലെ പ്രൊപ്പനാൽ ഈ രണ്ട് കോമ്പൗണ്ടിൻ്റെയും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ശരി, താങ്ക് യു.